ഫാസ്ട്രാക്കിലൂടെ നമ്മൾ പല വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ബോട്ടാണ്. ശരിക്കും നമ്മളുടെ പ്രകൃതിക്ക് അനുയോജ്യമായ എന്നാൽ സോളാർ എനർജിയിൽ ഓടുന്ന ഒരു ബോട്ട്. ഈ ബോട്ടിൻ്റെ ഒരു പ്രവർത്തനവും ഇതിൻ്റെ ഒരു മികവും എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ഫാസ്ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. പ്രകൃതിക്കിണങ്ങിയതും പരിസര മലിനീകരണം പൂർണ്ണമായും കുറയ്ക്കുന്നതുമായ സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന യാത്രാ ബോട്ടാണിത്. സാധാരണ ഒരു യാത്രാ ബോട്ട് പുറപ്പെടുവിക്കുന്ന പവറിലും എന്നാൽ അത്രത്തോളം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ ഒരു ബോട്ടാണിത്. ഈ ബോട്ട് നിർമ്മിച്ചത് ടീം സസ്റ്റെയിൻ എന്ന സ്ഥാപനമാണ്. ഇത്തരത്തിലൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നതിനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഏഷ്യ പസഫിക് വൈസ് പ്രസിഡന്റായ ജോർജ് മാത്യു. ബേസിക്കലി നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് എൻ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് ബോട്ടിംഗ് ഫോർ ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഇപ്പോൾ നമ്മുടെ ബോട്ടിംഗ് പോപ്പുലേഷൻ ഇൻ കേരള ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ആസ് ഇറ്റ് ഇസ് ഇൻക്രീസിങ്, പൊല്യൂഷൻ ഇസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് we ventured into this scheme of designing a boat, a solar powered boat. ഇത് 10 പേർക്കിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. കട്ടിംഗ് എഡ്ജ് ഡിസൈനിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ പ്രവർത്തനം ഇലക്ട്രിക് മോട്ടറും സോളാർ എനർജിയും കൂട്ടിച്ചേർത്താണ്. ഇത് രണ്ടാമത്തെ ബോട്ടാണ്. ഫസ്റ്റ് ബോട്ട് സൂര്യ എന്ന് പറഞ്ഞൊരു ബോട്ട് ഇറങ്ങിയ ദാറ്റ് ഇസ് എ 25-seater boat. It is 33 meters in length, 33 feet in length, and is the largest boat, solar boat in Asia. We also got an entry into Limca Book of Records for that. ഇതിൻ്റെ സാങ്കേതികത പോലെ തന്നെ ഡിസൈനിങ് ശ്രദ്ധേയമാണ്. ബോട്ടിൻ്റെ നിർമ്മാണത്തിലെ ഏറെ ശ്രദ്ധിച്ചു നിർമ്മിക്കേണ്ട ഭാഗം അടിത്തട്ട് അഥവാ ഹള്ളാണ്. അത് വളരെ ശ്രദ്ധയോടെ 2 ഹള്ളുകൾ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 ഹള്ളിനെയും 3 കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചു. അത് അപകടം കുറയ്ക്കുന്നു. ഇത്തരത്തിലൊരു ബോട്ടിൻ്റെ ഡിസൈനിങ്ങും നിർമ്മാണവും നിർവഹിച്ചത് നവഗതി മറൈൻ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷനാണ്. ഹള്ളിൻ്റെ വീതി കൂടുന്തോറും നമ്മുടെ സ്റ്റെബിലിറ്റി ഒക്കെ കൂടും, പക്ഷേ സ്പീഡ് കുറയും. അതേപോലെ ഇപ്പം നമ്മൾ കാറ്റമറാൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. 2 ഹള്ള് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പവർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഓടുന്ന സാധാരണ ഫെറീസ് എല്ലാം ഓടുന്ന ബോട്ടിൻ്റെ അതേ സ്പീഡ് മാച്ച് ചെയ്യണമായിരുന്നു. അതായത് 10 km/h, 5.5 knots അറൗണ്ട്. അതായിരുന്നു ആ ടാർഗറ്റ് സ്പീഡ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഓപ്റ്റിമം ഹൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിരവധി പ്രത്യേകതകൾ ഇതിനുണ്ട്. ശബ്ദം തീരെയില്ല. വളരെ എളുപ്പത്തിൽ ആർക്കും ഉപയോഗിക്കാം. നല്ല സുരക്ഷാ സംവിധാനമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. നല്ല എഫിഷ്യൻസിയാണ് ഈ ബോട്ട് നൽകുന്നത്. ഒപ്പം പരിസ്ഥിതിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയുമില്ല. സ്റ്റിയറിംഗിന് സമീപമുള്ള 2 കൺട്രോൾ യൂണിറ്റാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. 2 ഔട്ട്ബോർഡ് ഇലക്ട്രിക് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ജർമ്മൻ നിർമ്മിതമായ ടോർക്കിഡോ എഞ്ചിനാണ്. ഈ ലിവർ ഉപയോഗിച്ചാണ് ഈ ബോട്ടിനെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ലിവറിന് സമീപമുള്ള മീറ്ററിൽ വെള്ളത്തിന്റെ ആഴം അറിയാൻ കഴിയും. 1.5 അടി വെള്ളമുണ്ടെങ്കിൽ ഈ ബോട്ട് അനായാസം പോകുന്നു. വയർലെസ്, ലൈറ്റിന്റെ സ്വിച്ചുകൾ ഇവയെല്ലാം സ്റ്റിയറിംഗിന് സമീപമായി ഘടിപ്പിച്ചിരിക്കുന്നു. ആക്ച്വലി ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ സീരീസ് ആണ്. ആക്ച്വലി എവറിത്തിങ് ഹാസ് ബീൻ സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ വി ക്യാൻ യൂസ് ദിസ്, ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു പ്രൊഡക്ഷൻ ലൈൻ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് മാസ് നമ്പേഴ്സ്. ആൻഡ് വി ആർ ലുക്കിംഗ് അറ്റ് അറൌണ്ട് ബിറ്റ്വീൻ 15 to 20 boats a year. lakhs ആണ് നമ്മുടെ ഈ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ആൻഡ് now we are also working on a different version
ഒരു 40-seater version we are working on it. സാധാരണ ബോട്ട് 20 ടൺ കാർബൺ പുറന്തള്ളുമ്പോൾ ഇത് അത്രയും സ്റ്റോർ ചെയ്യുന്നു. ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിലാണിത് പോകുന്നത്.